നിവിൻ പോളിയുടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഫേക്ക് ന്യൂസ് ആവാനുള്ള ചാൻസ് ഒരുപാടുണ്ടെന്ന്. ഓക്കെ, ഇന്നത് തെളിഞ്ഞു. കാരണം ഇത് ഫേക്ക് ന്യൂസാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു. ഈ സംഭവം നടക്കുന്ന ടൈമിൽ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീതിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മുടെ വിവിധ വിനീത് ശ്രീനിവാസൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഫഹദ് ഷെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനകത്തൊരു നടി ഉണ്ടായിരുന്നു, അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ വളരെ കുറച്ചായിട്ട് ന്യൂസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ, മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഒരു നടി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ കേസുകളൊക്കെ കൊടുക്കണം. അതൊക്കെ സിസ്റ്റം ലോ അതൊക്കെ വേണ്ടതാണ് ഈ വന്ന കാലത്ത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണ് എന്ന് കൊടുക്കുവാണ് ഓൺ ദ സ്പോട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, എല്ലാ സിസ്റ്റവും എല്ലാം കാണിച്ചിട്ട്, അവൻ ആരെന്നോ, അവൻ ചെയ്ത എന്താണെന്നോ, അവനെ ഏത് വ്യക്തിയാണെന്നോ ഒന്നും നോക്കാതെ അവൻ്റെ ഫുൾ ജാതകം എഴുതി കൊടുക്കും. ഇപ്പം നിവിൻ പോളിയുടെ ഇഷ്യൂസ് വന്നപ്പോഴായിക്കോട്ടെ, നിവിൻ്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്ത് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ്. നിവിൻ പോളി പിന്നീട് പറഞ്ഞതായിക്കോട്ടെ, ഈ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇത് ഫേക്കാന്നുള്ളത് അധികം കുറച്ച് മാധ്യമങ്ങൾ വിടുന്നതല്ലാതെ അധികം ഒരുപാട് മാധ്യമങ്ങളൊന്നും വിട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതും ഇത്രത്തോളം വാല്യൂ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്തുകൊണ്ടാണെന്നോ എന്തോ എനിക്ക് മനസ്സിലാവത്തില്ല. എപ്പോഴും പെണ്ണിൻ്റെ കൂടാണ് എല്ലാം, ഈ പറയുന്ന നിയമവും കാര്യങ്ങളും എല്ലാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയൊരു ദുരന്തത്തെ ആയിരിക്കും നമ്മുടെ സൊസൈറ്റി, അത് തന്നെ നമ്മുടെ സൊസൈറ്റി അഭിമുഖീകരിക്കാൻ പോകുന്നത്. നമ്മുടെ സൊസൈറ്റി എന്നല്ല, പുരുഷവർഗം എന്ന് വേണം പറയാം. സ്ത്രീക്കൊരു പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം എമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, എല്ലാം അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെ ദുരുപയോഗം ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്തിനൊരു പരിധിയില്ലേ? ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, തെളിവെന്ന് പറയാൻ പറ്റത്തില്ല, ഏറ്റവും വലിയ ഇരയാണ് നമ്മുടെ നടൻ, നമ്മുടെ നടനായിട്ടുള്ള നിവിൻ പോളി. ഇപ്പം നിവിൻ പോളി ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നടനായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞേക്കുന്നു. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാർ ഈ കുറഞ്ഞ ഐ തിങ്ക് ഏതാനും മാസങ്ങൾക്കോ ഏതാനും വർഷങ്ങൾക്കോ മുന്നേ ഒരു കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു. കേസ് എന്തുവാ അതെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വെച്ച ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. പക്ഷേ അവസാനം അന്വേഷിച്ച് എത്തിയപ്പോഴല്ലേ യഥാർത്ഥ മനസ്സിലായത്. വിച്ച് മീൻസ് യഥാർത്ഥ ന്യൂസ് മനസ്സിലായത്. ഈ പറയുന്ന പെൺകുട്ടി ഡ്രഗ്സ് അടിച്ചിട്ട് ഇറങ്ങിയപ്പം, ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ അടിച്ചിട്ട് ഇറങ്ങിയപ്പം മാതാപിതാക്കളെ കണ്ടു. അപ്പം മാതാപിതാക്കളെ കണ്ടപ്പം ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ ബലാഞ്ഞായി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും കൂടെ യാത്ര ചെയ്ത ഒരുത്തൻ്റെ പേരിൽ സംഭവം അങ്ങ് ചോക്കി. എന്താ കാലത്തിൻ്റെ പോക്ക് നോക്കണേ, സോ പത്തറ്റിക്. ഇങ്ങനെ പോയാൽ സോ പത്തറ്റിക്.